ഛത്തീസ്ഗഡിലെ നാരായൺപൂർ മേഖലയിൽ ഇന്നലെ ഉണ്ടായ ഏറ്റുമുട്ടലിൽ സുരക്ഷാ സേന വധിച്ച CPI മാവോയിസ്റ്റ് നേതാവ് നമ്പാല കേശവറാവു NIA തിരഞ്ഞിരുന്ന കുറ്റവാളി. 1 കോടി രൂപയാണ് കേശവറാവുവിന്റെ തലയ്ക്ക് സുരക്ഷാ സേന ഇട്ടിരുന്ന വിലയെന്നാണ് വിവരം. 1980 ശേഷമുള്ള കേശവറാവുവിന്റെ ഒരു ചിത്രം പോലും സുരക്ഷാ സേനയ്ക്ക് ലഭ്യമായിരുന്നില്ല. ഈ റിപ്പോർട്ടോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. റിപ്പോർട്ടിന് ശേഷം ജാഗ്രതയുമായി അനൂപ് ചേരും. നമസ്കാരം. 1955 ആന്ധ്രയിലെ ശ്രീകാകുളത്താണ് നമ്പാല കേശവറാവു എന്ന ബസവരാജിന്റെ ജനനം. സ്കൂൾ കാലത്ത് അറിയപ്പെടുന്ന കബഡി കളിക്കാരനായിരുന്നു കേശവറാവു. ഇപ്പോഴത്തെ വാറങ്കൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് BTech ബിരുദം നേടി. പഠനകാലത്ത് ഇടത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിരുന്ന കേശവറാവു പതിയെ നക്സൽ പ്രസ്ഥാനങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടു. 1980 ആന്ധ്രാപ്രദേശിൽ CPI ML പീപ്പിൾസ് വാർ രൂപീകരിച്ചതിന്റെ പ്രധാന സംഘാടകരിലൊരാളും കമാൻഡറുമായി. 80കളുടെ അവസാനം ബസ്തർ അടക്കമുള്ള മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ചു. CPI മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിരവധി സുപ്രധാന പദവികൾ വഹിച്ച കേശവറാവു 2018 ജനറൽ സെക്രട്ടറിയും സുപ്രീം കമാൻഡറുമായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഛത്തീസ്ഗഡ്, ഒഡീഷ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലുണ്ടായ മാവോയിസ്റ്റ് ആക്രമണങ്ങൾക്കെല്ലാം പിന്നിൽ കേശവറാവുവാണെന്ന് നേരത്തെ തന്നെ സുരക്ഷാസേന സംശയിച്ചിരുന്നു. ഗറില്ല യുദ്ധമുറയും IED സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളും ആസൂത്രണം ചെയ്തിരുന്നത് കേശവറാവുവാണെന്ന് ഇന്റലിജൻസ് വിവരം നൽകിയിരുന്നു. 2010 ദന്തേവാഡയിൽ 76 CRPF ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയതിന് പിന്നിലെ ബുദ്ധികേന്ദ്രവും കേശവറാവു തന്നെ. ഗഗണ്ണ, പ്രകാശ്, കൃഷ്ണ, വിജയ്, കേശവ്, രാജു, ഉമേഷ് തുടങ്ങി നിരവധി പേരുകളിലാണ് ഓരോ സ്ഥലങ്ങളിലും ഇയാൾ അറിയപ്പെട്ടിരുന്നത്. കഴിഞ്ഞ 8 വർഷമായി ഇപ്പോൾ ഏറ്റുമുട്ടലുണ്ടായ ഛത്തീസ്ഗഡിലെ അബ്ജുമാദ് വനമേഖലയിലാണ് ബസവരാജ് ക്യാമ്പ് ചെയ്തിരുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.